നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താങ്ക് യു. ഓക്കെ ശരി. ഇത് എന്റെയും സ്ക്രീൻ ടെസ്റ്റ് ആയിരുന്നു, എന്റെ ജീവിതത്തിന്റെ. നടക്കാൻ തുടങ്ങിയെന്ന് വെച്ചിട്ട് ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും മുടക്കരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും. ഞാൻ റിപ്പോർട്ട് ചെയ്തോളാം. പോരെ മേഡം? എന്നാ നമുക്ക് ഇറങ്ങാം. ശരി. അങ്ങനെ പ്രിയങ്ക രക്ഷപ്പെട്ടു എന്ന് പറയാം. അല്ല, പുറം ലോകം കാണാലോ. തനിക്കെന്താ സിനിമയിൽ അഭിനയിക്കണോ? എനിക്ക് എതിർപ്പൊന്നുമില്ല കേട്ടോ, പക്ഷേ അതിനുള്ള കഴിവുണ്ടാവണം. പ്രിയങ്ക, ഇത് വളരെ സിമ്പിളായ ഒരു സിറ്റുവേഷനാണ്. സട്ടിലായ ചില ഇമോഷൻസ് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, മറ്റൊന്നുമല്ല. ഒരു ഡാൻസ് പ്രോഗ്രാമിൽ പിഴവ് വരുത്തിയ ഒരു കുട്ടി അതിന്റെ സങ്കടം കൊണ്ട് കരയുമ്പോൾ അവൾക്കേറെ പ്രിയപ്പെട്ട ടീച്ചർ അവളെ ആശ്വസിപ്പിക്കുന്നു. ഇമോഷൻസ് എങ്ങനെ വേണമെങ്കിലും പ്രിയങ്കയ്ക്ക് ചെയ്യാം. ഡയലോഗ്സ് ആണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത്. അറിയോ? ഓക്കെ ചെയ്യാൻ സർ. ഓക്കെ. സിജു, കുട്ടി ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. പൊളിക്കണം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഓക്കെ പ്രിയങ്ക, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സാർ. ആക്ഷൻ. എന്താ മോളെ, എന്താ പറ്റിയേ? എനിക്ക് തെറ്റിപ്പോയി ടീച്ചർ. അയ്യോ, അതിനിങ്ങനെ കരയാണോ വേണ്ടേ? നമുക്കേ കോൺഫിഡൻസ് കാണിക്കണ്ടേ? ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ? കരയണ്ട കേട്ടോ. കുട്ടികൾ തെറ്റ് വരുത്തുന്നതൊക്കെ സ്വാഭാവികമാ. അടുത്ത തവണ മോള് നന്നായിട്ട് ചെയ്താൽ മതി. കട്ട്. പ്രിയങ്ക ഓക്കെ ആണ്, പക്ഷെ ഞാൻ പറഞ്ഞൊരു സെറ്റിലിറ്റി ഉണ്ടല്ലോ, അത് അല്പം ഡിലേ ആയിപ്പോയി. ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യാം സർ. ഓക്കെ, യു ക്യാൻ. പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് തന്റെ ഉള്ളിലുണ്ട്. അതൊന്ന് പുറത്തെടുത്താൽ മതി. അപ്പൊ അടുത്ത ടേക്കിന് എല്ലാം ഓക്കെ ആവും. ജോഷി, നമുക്കൊന്നുകൂടെ നോക്കാം. രാധിക, തനിക്കെന്ത് തോന്നുന്നു? എന്ത്? പ്രിയങ്ക നന്നായിട്ട് പെർഫോം ചെയ്യൂ. അതിപ്പോ ഞാനെങ്ങനെയാ പറയാ? അവൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അവൾ അതിന് പരിശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില നേരത്ത് വീട്ടിൽ വെച്ച് ചിലതൊക്കെ അഭിനയിച്ച് കാണിക്കും. അപ്പോ ഞങ്ങക്ക് സങ്കടം വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അയാൾ നന്നായിട്ട് അഭിനയിക്കണം. ഇന്ദ്രജിത്തിന്റെ പടത്തില് അയാൾ ഹീറോയിനാവണം. അതിന്റെ വല്ലാത്തൊരാഗ്രഹം. അത് പ്രിയങ്കയുടെ ഭാഗ്യം. എല്ലാം നടത്തിക്കൊടുക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ. ഞാൻ അതാണോ പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രിയങ്കയ്ക്ക് ഞാൻ ഒരുക്കി കൊടുക്കുന്ന ഈ വഴിയുണ്ടല്ലോ, അത് എന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയാ. സിനിമയിൽ നായികയായി കഴിഞ്ഞ പിന്നെ അവൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു എഗ്രിമെന്റാ ഞങ്ങൾ തമ്മിൽ. എന്തൊക്കെയാ പറയുന്നേ? സത്യ, എന്റെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായി ഒന്ന് പുറത്തു പോകുന്നു. അത്യാവശ്യമായിട്ടുള്ള ഒരാള് അകത്തേക്കും വരുന്നു. ആ അത്യാവശ്യം എന്താന്ന് മനസ്സിലായോ? ആ അത്യാവശ്യത്തിന്റെ പേരാണ് രാധിക. എടോ, നമ്മുടെ ലൈഫിന് വേണ്ടി ഞാൻ ഈ കഷ്ടപ്പെടുന്നൊക്കെ. അകത്ത് പ്രിയങ്ക എത്ര നന്നായി പെർഫോം ചെയ്യുന്നോ
അത്രയും വേഗത്തിൽ നമ്മൾ ഒന്നിക്കും. അങ്ങനൊന്നും പറയണ്ട. ഭഗവാനെ നിരക്കാത്തതാ. ആളുകൾ അറിഞ്ഞ് എന്ത് പറയും? അച്ഛൻ സഹിക്കില്ല, അമ്മ പൊറുക്കില്ല. ഇങ്ങനെ ഒരു ഒറ്റ വാക്ക് എന്നോട് മിണ്ടിപ്പോരുത്. പ്രിയങ്ക അഭിനയിക്കും. പ്രിയങ്ക എന്റെ ജീവിതത്തിൽ നിന്ന് പോവുകയും ചെയ്യും. ഒന്നിച്ച് ജീവിക്കേണ്ടത് ഈ വരുണും രാധികയാണ്. അതിനുള്ള സ്ക്രീൻ ടെസ്റ്റാ ഈ നടക്കുന്നത്. ഐ ലവ് യു. ഇവിടെ ഇരുന്നാ മതി. എന്നെ നോക്കിയിരിക്കണം. ഓക്കെ, കട്ട്. നിങ്ങളെ സാറ് വിളിക്കുന്നുണ്ട്. ആ വരൂ, വാ. അകത്തേക്ക് വരൂ. എന്തായി? ആ നമ്മൾ തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട്. പ്രിയങ്കയുടെ സ്ക്രീൻ ടെസ്റ്റ് അതിനൊരു ബാധ്യതയാകുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ബട്ട് ഷീ ഡിഡ് വെൽ. അയാൾ കൊള്ളാടും. ക്യാമറയുടെ മുമ്പിൽ ഒന്ന് നിന്ന് വരുമ്പോ അയാൾ ഗംഭീരമായി പെർഫോം ചെയ്തോളൂ. താങ്ക് യു. ആ താങ്ക് യു സർ. നന്നായി മോളെ, എല്ലാവർക്കും ഇഷ്ടായി. ആ വരുൺ, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിയിക്കാം. തൽക്കാലം ഇത് ഓക്കെയാണ്. ദെൻ പ്രിയങ്ക കുറച്ചുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. വേറൊന്നുമല്ല, ഈ സാധാരണക്കാരുടെ ഒരു ഫീലിങ്സ് ഇല്ലേ, അത് അടുത്ത് നിന്ന് നോക്കിയാൽ മതി. അത് അവര് പോലും അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് കയറിക്കോളും. ശരി, ഒരു തുടക്കം മാത്രമല്ലല്ലോ, ഒരു നല്ല ജേർണി കൂടി നടത്തണ്ടേ? ഞാൻ ശ്രമിക്കാൻ സർ. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തിന്റെ ആദ്യത്തെ പടിയില. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ശരി. ആ ഇത് എന്റെയും സ്ക്രീൻ ടെസ്റ്റ് ആയിരുന്നു, എന്റെ ജീവിതത്തിന്റെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.